നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. US-ൽ നിന്ന് GDP ഡേറ്റ വരാനിരിക്കെ ഇന്ത്യൻ മാർക്കറ്റ് അതിഭീകരമായ രീതിയിലൊരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിഫ്റ്റി ഏകദേശം ഒരു 300 പോയിൻറ്റിൻ്റെ അടുത്ത് ഫോള് രേഖപ്പെടുത്തി ഇൻട്രാഡേ ഹൈയിൽ നിന്ന്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റി 22,007 എന്ന റേഞ്ചിൽ നിന്ന് 22,207 എന്ന റേഞ്ചിൽ നിന്ന് 300 പോയിൻറ്റിലധികം ഇടിഞ്ഞ് 21,926 വരെ നിഫ്റ്റി ഫോൾ ആയിട്ടുണ്ട്. ഒരു തവണ 22,926 സപ്പോർട്ട് എടുത്ത് വീണ്ടും റാലി ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്നാൽ വീണ്ടും ഫർദറായിട്ടൊരു ഫോള് നടത്തി അതേ റേഞ്ചിൽ തന്നെ നിഫ്റ്റി നിൽക്കുന്നുണ്ട്. ചാർട്ടിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 247 പോയിൻറ്റ്, സെൻസെക്സ് ഏകദേശം ഒരു 800 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 600 പോയിൻറ്റിൽ മുകളിൽ ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. NSEയിൽ 291 കമ്പനീസ് മാത്രമാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചോളൂ. അതും 1896 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി 50യിൽ ആകെ 4 കമ്പനീസ് മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. HUL, ഇൻഫോസിസ്, TCS, എയർടെൽ. മറ്റുള്ള എല്ലാ നിഫ്റ്റി 50 കമ്പനീസും റെഡിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. പവർ ഗ്രിഡ്, അപ്പോളോ ഹോസ്പിറ്റൽ, ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനീസ് 3 മുതൽ 4.5% വരെയുള്ള സിവിയർ ആയിട്ടുള്ള ഒരു ഫോള് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വാർത്തകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഐഡിയനെ സംബന്ധിച്ചുള്ള ന്യൂസ്, അവർ ഏകദേശം ഒരു 20,000 കോടി രൂപയ്ക്ക് മുകളിൽ ക്യാപിറ്റൽ സമാഹരിക്കുന്നുണ്ട്. ഇവരുടെ പ്രൊമോട്ടേഴ്സും ഈ ഒരു ക്യാപിറ്റൽ സമാഹാരത്തിൽ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് വന്നിട്ടുള്ളൊരു ന്യൂസ്, ഐഡിയയുടെ ഷെയർ അവർ ഓഫർ ഫോർ സെയിലിലൂടെ ഫ്രഷ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയറുകൾ മാർക്കറ്റിലൂടെ വിറ്റ് ക്യാപിറ്റൽ സമാഹരിക്കുന്നുണ്ടെന്നുള്ള ന്യൂസ് ഇന്നുണ്ടായിരുന്നു. ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കുറച്ചേക്കാമെന്നുള്ള കാരണം കൊണ്ട് സ്റ്റോക്ക് ഇന്ന് വലിയ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഡ്രീം ഫോൾക്ക് സർവീസ്, എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റീസ്, ട്രാവൽ സംബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കമ്പനിയാണ് ഡ്രീം ഫോൾക്ക് സർവീസ്. മോത്തിലാൽ ഒസ്വാൽ ഏകദേശം ഒരു 34% സ്റ്റോക്ക് മുകളിലേക്ക് പോയേക്കാമെന്ന് അവരുടെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ജെൻസോൾ കമ്പനി, അവർ ARAI സർട്ടിഫിക്കേഷൻ, ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള സർട്ടിഫിക്കേഷൻ കമ്പനിക്ക് ലഭിച്ചു. ഈസി ട്രിപ്പ്, ഡ്രീം ഫോൾക്ക് പോലെയുള്ള ട്രാവൽ രംഗത്തുള്ള കമ്പനിയാണ്. ഇവർ സാഗിൾ ട്രാവൽസായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. റൂട്ട് മൊബൈൽ ഐഡിയയുടെ ഭാഗത്ത് നിന്ന് ഏകദേശം 100 മില്യൺ പുറത്ത് വരുന്ന ഓർഡർ ഈ റൂട്ട് മൊബൈലിന് ലഭിച്ചു. ബജാജ് ഓട്ടോ കമ്പനിയുടെ 4,000 കോടി രൂപ പുറത്ത് വരുന്ന ഷെയർ ബൈബാക്ക് ടെൻഡറിലൂടെയാണ് കമ്പനി ഷെയർ ബൈബാക്ക് ചെയ്യുന്നത്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നാളെ ഫെബ്രുവരി 29-നാണുള്ളത്. സ്റ്റോക്ക് ഇന്ന് നിഫ്റ്റി 50യിൽ ടോപ്പ് ലൂസേഴ്സിൽ ഉണ്ടായിരുന്നു. ടിപ്സ് ഇൻഡസ്ട്രീസ് സമാനമായ രീതിയിൽ 37 കോടി രൂപയുടെ ഷെയർ ബൈബാക്ക് കമ്പനി ചെയ്യുന്നുണ്ട്. അഹ്ലുവാലിയ കോൺട്രാക്ട് കമ്പനി 218 കോടി രൂപയുടെ ഓർഡർ കിട്ടി. DLF എന്ന് പറഞ്ഞ റിയാലിറ്റി കമ്പനിയാണ്. 30,000 കോടി രൂപക്ക് അടുത്ത 2 ഫിനാൻഷ്യൽ ഇയറിനുള്ളിൽ ഇവരുടെ പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാകുമെന്ന് കമ്പനി അറിയിച്ചു. ബജാജ് ഹെൽത്ത് കെയർ കമ്പനി ഇന്ന് 10%-ലേറെ റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. ഇവർ UK-യിലുള്ള ഒരു മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. പാരാസ് ഡിഫൻസ് കമ്പനി, ഇവരും ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ 30% പുതിയ ഓർഡറുകളെല്ലാം തന്നെ കമ്പനി കിട്ടുമെന്ന് കമ്പനി പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. JTEKT ഇന്ത്യ കമ്പനി, അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് ഡിസ്നി ആയിട്ട് മീഡിയ സെക്ടറിൽ ഇന്ത്യയിലെ ഡിസ്നിയുടെ ബിസിനസ് എല്ലാം തന്നെ റിലയൻസ് അക്വയർ ചെയ്യാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. BHEL കമ്പനി, കോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു ഓർഡർ കിട്ടി. ആസ്റ്റർ DM ഹെൽത്ത് കെയർ കമ്പനി, അസാരിയ ഹെൽത്ത് കെയറിലെ 20% സ്റ്റേക്ക് അവർ അക്വയർ ചെയ്തു. വിപ്രോ മാൻ പവർ ഗ്രൂപ്പായിട്ട് പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ്സിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. L&T മൈൻട്രൈ കമ്പനി, IBM എന്ന് പറയുന്ന IT കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് സമയത്ത് ന്യൂസ് ലഭിക്കാൻ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. അതുപോലെ തന്നെ ഈ
ഡിവിഡൻഡ് ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ വെബ്സൈറ്റും ഉണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് നമ്മളുടെ ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം ഇന്ത്യ വിക്സ്. ഇന്ത്യ വിക്സ് ഏകദേശം ഒരു 4% ഉയർന്ന് 16.3 എത്തി നിൽക്കുകയാണ്. അപ്പോൾ വോളറ്റിലിറ്റി അത്രയധികം കൂടി. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനാണ്. മറ്റുള്ള അതിന് മുകളിലുള്ള FTSE CAC 40 ഡാക്സ് തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയ രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ബിറ്റ്കോയിൻ $2,600 ഉയർന്ന് 59,000 എന്ന ഭീകരമായ രീതിയിൽ ബിറ്റ്കോയിൻ കയറി. ബിറ്റ്കോയിൻ്റെ ചാർട്ട് നമുക്ക് കാണിക്കാം. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. അതിന് മുകളിൽ ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ റെഡിലടച്ചു. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $2,029 പെർ ഔൺസ് എന്ന നിലയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബിറ്റ്കോയിൻ്റെ ചാർട്ട്. 2021 ഡിസംബറിലാണ് ബിറ്റ്കോയിൻ 58,000 എന്ന റേഞ്ച് ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ബിറ്റ്കോയിൻ 16,000 ലോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ബിറ്റ്കോയിൻ ഉയർന്ന് ഏകദേശം 2021 റേഞ്ചിലേക്ക് തിരികെ എത്തി. നമുക്കിനി നാളെ പ്രധാനമായിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെയും മന്ത്ലി എക്സ്പയറിയാണ്. 2 എക്സ്പയറിയും ഒരേ സമയത്ത് വന്നതുകൊണ്ടാണ് മാർക്കറ്റ് ഇത്ര അധികം വോളറ്റൈൽ ആകുന്നത്. വിക്സൊക്കെ 16 എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ മാർക്കറ്റ് പ്രീമിയം എല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ സ്പൈക്ക് ചെയ്തത് നമ്മൾ കണ്ടു. അപ്പോൾ ഒരേ സമയം തന്നെ ഒരു പൊസിഷൻ ചിലപ്പോൾ പ്രോഫിറ്റ് കാണും, അടുത്ത മിനിറ്റിൽ അത് ലോസിൽ കാണും. ഈ ഒരു അവസ്ഥയാണുള്ളത്. കാരണം മന്ത്ലി എക്സ്പയറി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് ഈ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി, ഈവൻ മന്ത്ലി എക്സ്പയറി അത് ബുധനാഴ്ചയിലേക്ക് മാറ്റിയാൽ ഇത്ര പ്രശ്നങ്ങളില്ല. അപ്പോൾ അത് അടുത്ത മാസം തൊട്ട് ഉണ്ടാകുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ശനിയാഴ്ച ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കാരണം ട്രേഡിങ് നടന്നേക്കാം എന്നുള്ള ന്യൂസും ഉണ്ട്. അത് നിങ്ങളുടെ ബ്രോക്കറുകളെല്ലാം തന്നെ പോപ്പപ്പ് വരും. ഇനി നമുക്ക് പ്രധാനമായിട്ടും നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് 21,950 നിഫ്റ്റിയുടെ സ്പോട്ട്. ഏറ്റവും ആദ്യം PCR നോക്കാം. 0.6 10 കോടി കോള് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. 5 കോടി പുട്ട് മാത്രം ഷോർട്ട് ചെയ്തിരിക്കുന്നത്. 21,950 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളപ്പോൾ 22,000 ഓരോ 50 പോയിന്റ് ഇൻ്റർവെല്ലും അതിശക്തമായ രീതിയിൽ കോൾ റൈറ്റിംഗ് കാണുന്നുണ്ട്. മേജർ റെസിസ്റ്റൻസ് സോണ് 22,200 22,200 റേഞ്ചാണ്. സപ്പോർട്ടായിട്ട് നിലവിലുള്ളത് 21,500 എന്ന റേഞ്ചാണ്. ബാങ്ക് നിഫ്റ്റി 46,000 ആണ് സ്പോട്ടുള്ളത്. റെസിസ്റ്റൻസ് സോൺ 47,000 മേജർ റെസിസ്റ്റൻസ്. സപ്പോർട്ട് സോൺ 45,000 ആണ് ഉള്ളത്. വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസായിട്ട് നാളെ രാവിലെ 7 പ്രീ മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.